ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഇന്നൊരു ആട്ടിടയന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയന് 100 ആടുകൾ ഉണ്ടായിരുന്നു. ആട്ടിടയൻ തന്റെ ആടുകളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു. എന്നും പ്രഭാതത്തിൽ ആട്ടിടയൻ അവരെ പച്ചപ്പുൽമേടുകൾ തീറ്റാൻ കൊണ്ടുപോകുമായിരുന്നു. അവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാനായി തെളിഞ്ഞ ജലാശയവും കാണിച്ചു കൊടുത്തു. അങ്ങനെ ആട്ടിടയൻ അവരെ സുഭിക്ഷമായി പരിപാലിച്ചു. അവർ അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു ആട്ടിൻകുഞ്ഞ് കൂട്ടം തെറ്റിപ്പോയി. ഇവരുടെ ആട്ടിടയന് വളരെ സങ്കടമായി. അവൻ ബാക്കിയുള്ള ആടുകളെ മലമുകളിൽ ഇട്ടിട്ടു കൂട്ടം തെറ്റി ആടിനെ അന്വേഷിച്ചിറങ്ങി. അവൻ പല സ്ഥലങ്ങളിലൂടെ ആട്ടിൻകുഞ്ഞിനെ തേടി നടന്നു. അവസാനം ആ ആട്ടിൻകുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ സന്തോഷത്തോടെ അതിനെ വിളിച്ചു. ഒടുവിൽ അതിനെ കണ്ടുകിട്ടിയപ്പോൾ ആ ആട്ടിൻകുഞ്ഞിനെ തോളിലെടുത്ത് വളരെയധികം സന്തോഷിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ കഥയിലെ ആട്ടിടയനാണ് നമ്മുടെ ഈശോ. ആടുകൾ നാം ഓരോരുത്തരും. നമ്മൾ ഒരാൾ പോലും വഴിതെറ്റി നശിച്ചു പോകാൻ നമ്മുടെ സ്വർഗസ്നേഹ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവിടുന്ന് നമ്മെ അത്ര അധികം സ്നേഹിക്കുന്നു. കൂട്ടുകാരെ, ഞങ്ങളുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങളുടെ കഥ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.